ഹായ്, നമുക്ക് ഈ ബാലണ്ണൻ്റെ ഒരു വീഡിയോ എടുത്താലോ? ബാലണ്ണൻ്റെ പഴയ വൈഫ്, മുൻകാല വൈഫ്, അങ്ങനെയും പറയാം അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തോ പറയുന്നുണ്ട്, നമുക്കിന്ന് കേട്ടാലോ. ആക്ച്വലി ബാലണ്ണൻ്റെ കേസ് ഞാൻ എടുക്കൂലെന്ന് വെച്ചതാണ്. കാരണം എനിക്ക് ഒരാൾക്കിട്ടൊരു കൊട്ട് കൊടുക്കണമെന്ന് തോന്നിയത് ആളെ ബാലണ്ണൻ പോയി ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണതൊന്ന്, അണ്ണന് സൈബർ ബുള്ളിങ്ങും സൈബർ കൂട്ടായ്മയൊക്കെ ഉണ്ടെന്നറിയാം. എന്നാലും ഒരു പെങ്കൊച്ചിനെ ഇമാതിരി ഉപദ്രവിക്കുന്നത് കഷ്ടമാണ്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ജമ്മത്ത് മാറത്തില്ല. ഉദാഹരണം, അയാളുടെ കൂടെയുള്ള കോകിലയുടെ ഫേസ് എക്സ്പ്രഷനും കോകിലയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ കൂടെ പാസ്സായ മറ്റൊരു പെണ്ണ് അപ്പുറത്ത് നിൽക്കുന്നുമുണ്ട്. ആര്? എലിസബത്ത് ഒരു ജമ്മാണ്, എലിസബത്ത് ഒരു ചൊർണാണ് എന്നൊക്കെ പറഞ്ഞ മുത്തുമോൻ ഇപ്പൊ ഈ പെണ്ണിനെയും ചൊർണാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിന് മുമ്പ് എലിസബത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഷോപ്പുകളിൽ ക്രിസ്മസ് സാധനങ്ങളുടെ തിളക്കൊന്നുമില്ല. പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. നെഗറ്റീവ് കമൻറ്റുകളിൽ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. എനിക്ക് ഓട്ടിസമാണ്, അത് ഓട്ടിസം ഒരു അസുഖമാണ്. അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻറ്റ് ഇല്ല. പക്ഷേ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു പരത്തുന്നത് കുറേ കമൻറ്റുകൾ, കുറേ ഫേക്ക് ഐഡിയകൾ വന്ന് പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് അല്ല. പക്ഷേ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എനിക്കറിയില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇനി കുറേ നെഗറ്റീവ് കമൻറ്റുകൾ, ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും. അമ്മാതിരി നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകില്ല. ഞാൻ ഇതിൻ്റെ കാര്യം നോക്കിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയിട്ട അവസ്ഥയിൽ നിന്നാണ് കയറി വരുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് ഇടുക. നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് നിർത്തുന്നില്ല. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകുന്നില്ല. ഓക്കെ, ബൈ. കമന്റ് ഇടുന്നതാണ് പ്രശ്നം. പുള്ളിക്കാരത്തേക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ക്യാഷ് കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത്. ഈ എന്താ പറയണേ, കൂടെ കിടന്നവനിക്ക് രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് എലിസബത്തിൻ്റെ. എലിസബത്ത് ഒന്നാമത്തെ കാര്യം നേരെ ചെവ്വേ സംസാരിക്കത്തില്ല. എലിസബത്ത് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എലിസബത്ത് പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാകുന്ന ഒരേ ഒരാൾ ബാല മാത്രമാണ്. ബാലയ്ക്കെതിരെയാണ് മിക്കവാറും എലിസബത്തിൻ്റെ പല വീഡിയോസും. അത് മനസ്സിലാകുന്ന ആളും ബാലയാണ്, വേറെ ആർക്കും അത് മനസ്സിലാകത്തില്ല. അമ്മാതിരിയാണ് എലിസബത്ത് അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ നാലാമത് കോകിലെ കല്യാണം കഴിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാള് ഇത് തന്നെയാണ് കളി എന്നുള്ളത്. കോകിലയ്ക്കും ഇനി അധിക ദൂരമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ആ പെണ്ണൊരു മാമ ടൈപ്പ് ആയതുകൊണ്ട്, അതായത് ഈ തമിഴ്നാട്ടിലെ പെൺകുട്ടികൾ ഇടിച്ചാലും അടിപ്പുറത്തും അവണ്ട അണക്കറതും അവണ്ട എന്നൊരു പോളിസി അവർക്കുണ്ട്. അവരതങ്ങ് സഹിക്കുകയായിരിക്കും ചാൻസ്. കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകൊച്ചാണെന്നൊക്കെയാണ് അയാൾ തന്നെ പറയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഈ ഹൈദരാലിയ പോലുള്ളവന്മാർക്ക് ഇത്രയും നാണമില്ലേ? വീണ്ടും പോയിരുന്നവൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇതിന് മാത്രം ഇൻ്റർവ്യൂ ചെയ്യാനുള്ള പേഴ്സണാലിറ്റിയാണോ അയാൾ ഇപ്പം മൈത്രേൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും എന്തൊക്കെയോ പറയാനുണ്ട് അവർക്ക്. അപ്പോൾ അത് പൊതുജനം കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇയാളുടെ എന്ത് കേൾക്കാനാണ്? ഇത്രയധികം വൃത്തികെട്ട ഒരു സ്ത്രീലമ്പടനായ ഒരു വ്യക്തിയെ വീണ്ടും പോയി ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യാനും മാത്രം എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പശ്ചാത്തലം എന്താണ്? അത് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരു റോൾ മോഡലാണോ? ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അയാൾ പുതുതായിട്ട് എന്തെങ്കിലും സിനിമയിൽ അഭിനയിച്ചോ? ആ സിനിമ ഹിറ്റായോ? അല്ലെങ്കിൽ അയാൾ ചെയ്ത എന്തെങ്കിലും സോഷ്യൽ സർവീസ് കണ്ടോ? എന്തിനാണ് നിങ്ങൾ അപ്പോൾ പണം കൊടുക്കുക, പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വീണ്ടും പോയിരുന്ന് അയാളിൽ നിന്ന് വീഡിയോ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ തലയിലേക്ക് ഇത് കൊണ്ടുവന്ന് ഇട്ട് തരിക, വേറെ ഉള്ളതിന് നിവർത്തിയില്ല അത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികേട്. അത് പോട്ടെ എന്ന് വയ്ക്കാം. അപ്പോൾ ഈ പെങ്കൊച്ചിനെ പിന്തുടർന്ന് ആക്രമിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. അതിൽ വാസ്തവം ഉണ്ടായിരിക്കും.
അമൃത ബാലയുടെയൊക്കെ അമൃതയുടെയും പിന്നെ മറ്റേ അമൃതയുടെ അനിയത്തിയുടെയൊക്കെ ടൈം ലൈൻ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പഴയത് കണക്കുള്ള ആക്രമണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ആക്രമണം എല്ലാം കൂടെ നേരെ നീങ്ങിയിരിക്കുന്ന എലിസബത്തിൻ്റെ അടുത്തേക്കാണ്. കാരണം അവരെ പിടിച്ചും അവരെ പിച്ചിയും മാന്തിയൊക്കെ തീർന്നു. ഇനി അവരെ പറഞ്ഞാൽ ഏശില്ല. കാരണം അവിടെ നിന്നുള്ള നല്ല ആറ്റം ബോംബാണ് ആ മകള്. അവൾ വന്ന് റിയാക്ട് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് പ്രശ്നം തീർന്നു. പിന്നെ ആ കുട്ടിയെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഇയാൾ ഇനിയിപ്പോൾ ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ പോകും. കാരണം ഇയാൾ കൊടുക്കണം, ഇയാൾ ജനിപ്പിച്ചതല്ലേ, ആ കുട്ടിയുടെ അവകാശമാണത്, അത് കിട്ടേണ്ടത് അവളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് അത് പറയിക്കുമ്പോൾ അവന് കുറച്ചുകൂടെ ഈസി ആവും കൈ കഴുകാനായിട്ട്. അല്ലെങ്കിൽ തന്നെ അവൻ കൈ കഴുകിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൈ കഴുകാനുള്ള ഒരു ഈസി പേ ആയിട്ട് അമൃത ആ കുട്ടിയെ ഉപയോഗിക്കേണ്ടി വന്ന ഒരു ഇത് അവൾ ഉണ്ടാക്കിയെടുത്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പഴുത്തല വീഴുമ്പോൾ പച്ചല എന്ന് ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോകില ആയിരുന്നാലും എലിസബത്ത് ആയിരുന്നാലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കോകില പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, എനിക്കിത് പറയണമെന്നില്ല, പക്ഷേ ഞാനിത് പറയുകയാണ്. അങ്ങനെ കുറേ വാണിംഗ് ഒക്കെ പുള്ളിക്കാരത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഇവരുടെയൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴാണ് പ്രശ്നം. ഇത് നീ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ബാലയാണ് പ്രശ്നം. ബാലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് എന്തോ ലൈഫെന്ന് തോന്നിയിട്ടാണ്. അതല്ല ലൈഫ്, നമ്മൾ തമ്മിലുള്ളതാണ് ലൈഫെന്ന് തോന്നി സ്വസ്ഥമായി ജീവിച്ച് പോകുന്നതിന് പകരം സോഷ്യൽ മീഡിയ വലിയ ആളാവാൻ വന്നാൽ ഇനി പഴയ ഒരു ഇത് ബാലയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, 1ഉം 2ഉം പെണ്ണല്ലെന്നേ, ഇതിപ്പോൾ 4ാമത്തെ പെങ്കൊച്ചല്ലേ. 4 കുട്ടികളുടെ ലൈഫ് വെച്ച് കളിച്ച ഒരു വ്യക്തിയെ ഇനി ആരെങ്കിലും മന്ദബുദ്ധിയാണെങ്കിലേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, എലിസബത്ത് ഇപ്പം സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും എലിസബത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ വിവാഹം കഴിക്കുന്ന സമയത്ത് അമൃതയ്ക്ക് ഇതേപോലൊരു വിഷമം ഉണ്ടായിരുന്നിരിക്കാം. അമൃതയെ അയാൾ പലയിടങ്ങളിലിട്ട് പല രീതിയിൽ അവഹേളിക്കുമ്പോൾ ചെയ്യരുത് എന്ന് പറയാനുള്ള ധാർമ്മികതയെങ്കിലും നിനക്കുണ്ടായിരുന്നു. പകരം അയാൾക്കൊപ്പം ഇരുന്ന് ചിരിക്കുമ്പോൾ തനിക്കും ഇത് തന്നെയാണ് വരുമെന്നുള്ള ഒട്ടും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഫിസിക്കൽ അബ്യൂസ് അത് ഇതെന്നൊക്കെ. ഒരു ഡോക്ടറാണ്, റെസ്പോൺസിബിലിറ്റി ഒരുപാടുള്ളൊരു വ്യക്തിയാണ്. പബ്ലിക്കിൽ അത് പറയുന്നതിന് പകരം ഒരു തേർഡ് പേഴ്സണെ കൂടെ അവൻ്റെ വലയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ക്രൈം ലെവൽ എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അയാളുടെ കയ്യിൽ ഇനിയൊരു പെണ്ണ് പെട്ടാൽ താൻ അനുഭവിച്ചിട്ട് 10 മടങ്ങ് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധം ആ പെൺകുട്ടിക്കില്ലേ? എന്തുകൊണ്ടത് വിലക്കിയില്ല? പബ്ലിക്കിൽ ഇത് പറയാത്തിടത്തോളം മറ്റാർക്കും അത് മനസ്സിലാകത്തില്ലല്ലോ. കേസ് വരട്ടെ. അപ്പോൾ തോന്നാത്ത ഒരു ഇത് മിണ്ടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് കോംപ്രമൈസ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടല്ലേ. അയാളുടെ ഉള്ളിലുള്ള ക്രൂരനെ വ്യക്തമായി മനസ്സിലാക്കിയ പെണ്ണുങ്ങൾ മൗനം പാലിച്ചത് കൊണ്ടുള്ള ലാഭം ബാക്കിയുള്ള പെണ്ണുങ്ങളെ അയാൾക്ക് വീണ്ടും കളിക്കാൻ കിട്ടും, അത്രയേ ഉള്ളൂ. ഈ കോകിലയ്ക്കും അവിടെയുള്ള വിഷയം അത് തന്നെയാണ്. അവിടുന്ന് ഈസി ആയിട്ട് ആരെങ്കിലും വന്ന് കോകിലയുടെ അടുത്ത് ബ്രെയിൻ വാഷ് ചെയ്യാതിരിക്കാനാണ് അവിടുന്ന് പെട്ടെന്ന് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ കോകിലയ്ക്ക് ഏകദേശം എല്ലാം അറിയാം, ചെറിയ വയസ്സിൽ തന്നെ കൂടെ ഉള്ളതാണല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞു കേൾക്കുന്നത്. വാസ്തവം നമുക്കറിയത്തില്ല. അപ്പോൾ ഏകദേശം അവർക്കെല്ലാം അറിയാമായിരിക്കാം. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആളെ വിട്ടെല്ലാം ഒരു പെണ്ണിനെ ഉപദ്രവിക്കുന്ന മോശമല്ലേ മിസ്റ്റർ ബാല? நீங்கள் ரொம்ப பொறுக்கி கூட்டுன்னு தெரியுது, ஆனால் இது ரொம்ப ரொம்ப ஓவர். அந்த பொண்ணுக்கு அது வேணும். இருந்தாலும் பாண்டி கொஞ்சம் ஓவரை தெரியல, கொஞ்சമല്ല கொஞ்சം കൂടെ ഓവർ. യോ ഫേസ്ബുക്കൊന്നും തുറക്കാൻ വയ്യ, എജാതി തെറിവിളിയാന്നറിയാം. എന്നാലും നാണമില്ല. ഇനി തമിഴിൽ എഴുതിയാൽ മതി. തമിഴിൽ എഴുതാൻ ഈസി പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മലയാളത്തിൽ എഴുതുക, ട്രാൻസ്ലേറ്റ് ടു തമിഴെന്ന് എഴുതി കഴിഞ്ഞാൽ തമിഴിൽ വരും. കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്ത് അവൻ്റെ ടൈം ലൈനിൽ കൊണ്ടിട്ട് കൊടുക്കുക. നിങ്ങൾ മലയാളത്തിൽ മെനക്കെടാതെ ഇംഗ്ലീഷിൽ മെനക്കെടാതെ അത് കുറച്ചുകൂടെ നന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്ന തമിഴില്ല അതിൽ കൊണ്ടിട്ട് പോകുക. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരാം. പിന്നെ പുള്ളി തന്നെ സ്വയം ഞാനൊരു ഭയങ്കര നന്മപരമായിട്ടൊന്ന് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഫിറോസ് കുന്നനേക പോലെ ഒന്ന് കളിക്കുന്നതാണ്. അതായത് അത്യാവശ്യം ഫണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് നന്മയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത മോശമെല്ലാം ആളുകൾ മറന്നുകൊള്ളുന്നുള്ളൊരു ഒരു വൃത്തികെട്ട ധാരണ അയാളുടെ പുറത്താണ് അതൊക്കെ ചെയ്യുന്നത്. അത് സംഭവിക്കുന്നുണ്ട്. അല്ല, ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വീഡിയോസ് ഉണ്ട്, മലയുടെ പേജിലൊക്കെ വീഡിയോസ് ഉണ്ട്. നമ്മൾ പാലാരിവട്ടത്ത് ഏറ്റവും സെൻട്രൽ താമസിച്ച ബാല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ബാലയെ തേടി വരുവാണ് ആളുകൾ. ഇന്നലെ രാത്രി വന്നു വലിയ വലിയ ആളുകൾ ഇവിടെ വീട്ടിൽ വന്നിരുന്നു. അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഇന്നലെ കോക്കിലടുത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു ഒരു 2 ദിവസമെങ്കിലും അങ്ങോട്ട് വരണം സാർ. അപ്പം ഞാൻ എவ்வளோ ഹർട്ടായിരുന്നேன். என் மனசு லெவலில் எத்தனை கொல்லம் நான் உண்டாയിരുന്നു എറണാകുളത്ത്. என் சொந்த வீடு, என் பந்தம், என் நாடு, என் மொழி எல்லாத்தையும் விட்டு நீங்களை ஸ்நேகிச்சு நான் எറണാകുളത്തിൽ நின்னேன். எத்தனை வருஷம்? 16-18 வருஷம்.
അപ്പോൾ മനസ്സളവിൽ ഞാൻ എவ்வளோ ഹർട്ടായിരിക്കും. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അവർക്കേ ഈ വേദന വരും. കള്ളന്മാർക്ക് വേദന വരാതെ മനസ്സിനകത്ത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും വരുന്നു ഇവിടെ വരെ തേടി കണ്ടുപിടിച്ചു. നിങ്ങളും വന്നീங்க. അതെ അതെ അതെ, അതെനിക്ക് സന്തോഷം. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം എന്ന് തീരുമാനിക്കാൻ കാരണം ബാല? എനിക്ക് എൻ്റെ ജീവിതം ഇനി കോക്കിലാണ്. സോ ഞാൻ കാരണം, എൻ്റെ കരിയർ കാരണം, മീഡിയ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അതുമില്ലാണ്ട് നമ്മളൊരു സ്റ്റേജ് എത്തി, ലൈഫിൽ ഒരു സ്റ്റേജ് എത്തി. ശരി, ഇനി തൊട്ട് നല്ല പടങ്ങൾ ചെയ്യുക. നല്ല പടങ്ങൾ ഇല്ലയാ, നല്ല പടങ്ങൾ കണ്ടിട്ട് വീട്ടിലിരിക്കുക. പിന്നെ ലൈഫ് இந்த மாதிரி ഇപ്പോൾ பார்த்தீங்கன்னா അറ്റ്മോസ്ഫിയർ, കായൽ, ബോട്ട്, അതൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ ഏക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഈ പാണ്ഡ്യയെ കൊണ്ടുള്ള ശല്യം ഇനിയും ഒരു പെൺകുട്ടിയെ അവൻ ദ്രോഹിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതും എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.